ഷാനവാസ് ടീമിനെ പറയാൻ പറ്റില്ല, അവർ ടീമായി മാറിയിരിക്കുകയാണ്. ഒഫീഷ്യലി ഷാനവാസ്, അഭിലാഷ്, നമ്മുടെ ഒനീല്, ഈ 3 പേര് ഇപ്പൊ മനസ്സിലായിട്ടുണ്ട്. ദൂരെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിക്കും അല്ലെ, അതിനുള്ളിൽ തന്നെ നിന്ന് ദൂരെ നോക്കുമ്പോ ജിസിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനെക്കുറിച്ച്. അപ്പം അവര് എന്താ, ഷാനവാസ് ആ ടീം എന്താ ചെയ്തിരിക്കുന്നത്, ഇപ്പൊ അനുമോളുടെ കൂടെ നിൽപ്പുണ്ട്. കാരണം ഒറ്റയ്ക്കായി ഒരാളായി കഴിഞ്ഞാണ്ടല്ല, അവിടേക്ക് എല്ലാ എന്താ പറയാ, അവിടേക്ക് എല്ലാ കണ്ടന്റും പോവും. പുള്ളിക്കാരി ഹീറോ ആയിക്കൊണ്ടിരിക്കും, ബാക്കിയുള്ളവർ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കും. അപ്പൊ ബുദ്ധിപൂർവ്വം അവരൊന്നും അത് ബ്രേക്ക് ചെയ്യാൻ നോക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടാ. ശരിക്കും പറഞ്ഞാൽ അവർ അനുമോളെ കൂടെ ഇരുത്തിയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്. അപ്പം അത് മറ്റേ അക്ബറിനും ശരത്തിനും പിടിക്കുന്നില്ല മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുന്ന മണ്ടത്തരമാണ്, എല്ലാവരും കൂടി അറ്റാക്ക് ചെയ്യുക. അത് ജിസിൽ വന്ന് നിങ്ങളോട് നേരിട്ട് പറയുന്നുണ്ട് ശരത്തിനോട്, എന്തിനാണ് ബുള്ളി ചെയ്യുന്നത്. ബുള്ളി ചെയ്യുമ്പോൾ നിങ്ങൾ അവളെ ബുള്ളി ചെയ്യുമ്പോൾ നിങ്ങളാണ് ആയി പോവാന്നുള്ളത് ജിസിൽ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം പറഞ്ഞിട്ട് ജിസിൽ ചെയ്തൊരു സംഭവമുണ്ട്. എന്താണ്, അനുമോളുടെ ഡ്രസ്സ് മറ്റേ പണിപ്പുര ടാസ്ക് കിട്ടിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് എന്തിനാണ്, അത് കൃത്യമായിട്ട് അത് എപ്പിസോഡിൽ കാണിക്കുകയും ചെയ്തു, വളരെ കൃത്യമായിട്ട്. അപ്പൊ ജിസിലും ഇവിടെ നെഗറ്റീവായി. പിന്നെ നമ്മുടെ ആര്യൻ കുട്ടൻ, ഒന്നും പറയാനില്ല. ആര്യ അയ്യോ, എന്ത് പറഞ്ഞാലും മണ്ടത്തരായി. അനുമോളിലൂടെ പോയി ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് ആര്യൻ ഇങ്ങനെ കുറെ നേരം സംസാരിക്കുന്നുണ്ടായിരുന്നു. എന്തൊക്കെയാണ് സംസാരിക്കുന്നത്, വളരെ ബാലിശമായ കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ ജിസിലവിടെ പറയുന്നുണ്ട്, ആര്യൻ ഇന്നലെ ദേഷ്യപ്പെട്ട് ഇന്ന് അനുമോളിലെ പോലെ ഇരിക്കുന്നു, പിന്നെ ലവ് സ്ട്രാറ്റജി ആണെന്നൊക്കെ അവർ പറഞ്ഞുണ്ടാക്കുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നിയില്ല ലവ് സ്ട്രാറ്റജി ഇതുവരെ ഇല്ല. അവർ തമ്മിൽ ലവ് സ്ട്രാറ്റജി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ ഇനി ഉണ്ടായിക്കൂടാതൊന്നുമില്ല, പക്ഷെ ഇതുവരെ ഇപ്പൊ ഇല്ല. ഇപ്പൊ അവരായിട്ട് പറഞ്ഞുണ്ടാക്കുമെന്നൊന്നും എനിക്കറിയില്ല.